ഗുഡ് ഈവനിങ് എവ്രി വൺ. നമ്മൾ ഇന്ന് ബ്ലോക്ക് 1-ലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള അർബൻ സോഷ്യോളജി, നേച്ചർ ആൻഡ് സ്കോപ്പ് ഈ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് മീനിങ് ഓഫ് അർബൻ സോഷ്യോളജി. അർബൻ സോഷ്യോളജിയുടെ മീനിങ്. അർബൻ എന്ന് പറയുന്ന ഒരു ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ പദമായ അർബാനസ് എന്നതിൽ നിന്നാണ്. സോ അർബാനസ് മീൻ ചെയ്യുന്നത് ബിലോങ്ങിങ് ടു സിറ്റി. യൂഷ്വലി നമ്മൾ അർബൻ എന്ന് പറയുമ്പോൾ കോമൺലി അതിന്റെ മീനിങ് വരുന്നത് സിറ്റി ഓർ ടൗൺ എന്നാണ്. സോ അർബൻ സോഷ്യോളജീസ് ഡീൽസ് വിത്ത് ദ ഇമ്പാക്ട് ഓഫ് സിറ്റി ലൈഫ് on our social action, social relationship and social institution. നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പിലും സാമൂഹിക സ്ഥാപനത്തിലും അതുപോലെ തന്നെ സോഷ്യൽ ആക്ഷനിലും എങ്ങനെ സിറ്റി ലൈഫ് ബാധിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ അർബൻ സോഷ്യോളജിയിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഫോക്കസസ് ഓൺ ദ സ്ട്രക്ചർ ഓഫ് സിറ്റീസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ, അതുപോലെ തന്നെ പോളിസി മേക്കിംഗ്, സിറ്റി പ്ലാനിങ്, ഇതുപോലുള്ള കാര്യങ്ങളിലും അർബൻ സോഷ്യോളജി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ പറയുകയാണെങ്കിൽ ഈ സിറ്റി എന്ന് പറയുന്നത് എന്താണോ വില്ലേജ് അതിന് നേരെ ഓപ്പോസിറ്റ്, അതായത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒന്നാണ് സിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന പെസന്റ് സൊസൈറ്റീസ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് അതല്ലെ ഫോക്ക് സൊസൈറ്റി എന്ന് പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം. ഹെട്രോജിനിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വി കൻ സീ ദാറ്റ് ഹെട്രോജിനിറ്റി ഇൻ ദെയർ ഇൻകം, ലിവിങ് സ്റ്റാൻഡേർഡ്, അതുപോലെ വെൽത്ത്, സ്റ്റേറ്റസ്, ഇതിലൊക്കെ നമുക്ക് ആ ഒരു ഹെട്രോജിനിറ്റി എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നമ്മൾ പ്രിമിറ്റീവ് ഓർ പെസന്റ് സൊസൈറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എങ്ങനെയായിരിക്കും, അവര് സെയിം സെക്ടറിൽ ഒരു പെസന്റ് സൊസൈറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും കൂടുതലും നമുക്ക് കാണാൻ കഴിയുക. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ സിറ്റീസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പല പല ഡിഫറെന്റ് ആയിട്ടുള്ള ജോബ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും കാണാൻ പറ്റുക. സോ ദെൻ അതുകൊണ്ട് തന്നെ ഇവ രണ്ടും എന്താണ്, പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സോ ഈ സിറ്റീസിനെ സ്റ്റഡി ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് അർബൻ സൊസൈറ്റി അല്ലെ മെട്രോപൊളിറ്റൻ സിറ്റിയെ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡിൽ നിന്നും വളരെയധികം ഡിഫറെന്റ് ആണ്. ആൻഡ് ആസ് ഐ സെഡ്, ദേ ആർ ഡിഫറെന്റ് ഫ്രം വൺ അനദർ. വി കൻ സീ ദാറ്റ് ഇൻ ദെയർ ഇൻകം, അതുപോലെ തന്നെ വെൽത്ത്, ലിവിങ് സ്റ്റാൻഡേർഡ്, സ്റ്റേറ്റസ്, ഇക്കണോമിക് സ്റ്റാറ്റസ് എന്നിവയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് സിറ്റി എന്ന് പറയുന്നതിൽ ആ ഒരു ഏരിയയിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും കാണാൻ പറ്റും. എക്സ്ട്രീംലി ലക്ഷറിയസ് ആയിട്ട് എക്സ്ട്രീംലി വെൽത്തി ആയിട്ടുള്ള പീപ്പിളിനെയും അതുപോലെ തന്നെ എക്സ്ട്രീംലി പുവർ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ മുംബൈ പോലുള്ള സിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ വളരെയധികം ലക്ഷറിയസ് ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാരെയും അതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ലം ഉള്ള ഒരു പ്രദേശവും കൂടിയാണ് മുംബൈ എന്ന് പറയുന്ന സിറ്റി. സോ ഈ ഒരു കോയിന്റെ രണ്ട് സൈഡ് എന്നതുപോലെ നമുക്ക് ഈ ഒരു സിറ്റീസിൽ ഈ ലക്ഷറിയസ് ലൈഫും അതുപോലെ തന്നെ എന്താ പറയുക, ഒരു എക്സ്ട്രീം പോവർട്ടിയിൽ ജീവിക്കുന്ന ആളുകളെയും എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ദെൻ സിറ്റീസിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് ഹൈ ലെവൽ ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ. അതായത് വളരെ ഹൈ ലെവൽ ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, വ്യത്യസ്തമായ തൊഴിലിൽ ഏർപ്പെടുന്ന ആളുകൾ എന്തായിരിക്കും അവിടെ വളരെയധികം കൂടുതലായിരിക്കും കമ്പാരഡ് ടു വില്ലേജ്. അതായത് വില്ലേജിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെയിം ഫീൽഡ് അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഫീൽഡിലായിരിക്കും മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും എന്ത് ചെയ്യുക, ജോലി ചെയ്യുന്നുണ്ടാവുക. ബട്ട് നമ്മൾ സിറ്റീസിലേക്ക് വരുമ്പോൾ അത് നേരെ എന്താവുകയാണ്, ഓപ്പോസിറ്റ് ആയിട്ട് കാണുകയാണ്. ഡിഫറെന്റ് ഫീൽഡിൽ നമ്മൾ ചിലപ്പോൾ കേൾക്കാത്ത പോലും സ്പെഷ്യലൈസേഷനുള്ള ജോലികളൊക്കെയുള്ള ആളുകൾ നമ്മളുടെ ചുറ്റും തന്നെ ഉണ്ടാവും. സോ ഇത് എന്തിനെ കൂടി സഹായിക്കുന്നുണ്ട്, നമ്മുടെ വിപണിയുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ മാർക്കറ്റ് ഗ്രോത്തിനും കൂടി ഈ ഒരു സ്പെഷ്യലൈസേഷനും ഡിവിഷൻ ഓഫ് ലേബറും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഏർലി സിറ്റീസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മെസൊപ്പൊട്ടാമിയ, ഏഷ്യ, അമേരിക്ക തുടങ്ങിയ റീജിയൻസിലാണ്. ആൻഡ് ദ ഫസ്റ്റ് സിറ്റി വിച്ച് ഈസ് ഫൗണ്ടഡ് ഇൻ മെസൊപ്പൊട്ടാമിയ ആൻഡ് ദ ഓൾഡസ്റ്റ് സിറ്റി, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സിറ്റി ആൻഡ് ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് മോഹൻജദാരോ ആണ്, വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഇൻഡസ് വാലി. ദെൻ എമർജൻസ് ഓഫ് അർബൻ സോഷ്യോളജി. അർബൻ സോഷ്യോളജിയുടെ ഉത്ഭവം അല്ലെങ്കിൽ വളർച്ച. അപ്പൊ അർബൻ സോഷ്യോളജി എമേർജ് ചെയ്യുന്നത് 20th സെഞ്ചുറിയിലാണ്. So it is emerged a distinct
branch of sociology around 20th century in West, especially after the Industrial Revolution. Industrial Revolutionന് ശേഷം ഏർലി 20s എന്ത് സംഭവിക്കുന്നത്, സോഷ്യോളജിയിൽ തന്നെ അർബൻ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് എമേർജ് ചെയ്യുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് ദ സോഷ്യൽ ചേഞ്ചസ് വിച്ച് ഈസ് കോസ്ഡ് ബൈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അതായത് സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് എന്തിന് കാരണമായിട്ടുള്ളത്, അർബൻ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ഉണ്ടാവാൻ കാരണമായിട്ടുള്ളത്. ഫസ്റ്റ് വൺ നമുക്ക് പറയുകയാണെങ്കിൽ ഈ സോഷ്യൽ ചേഞ്ചിൽ ഉൾപ്പെടുന്നതാണ് മൈഗ്രേഷൻ. അതായത് സിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയതോടെ തന്നെ ആൾക്കാർ എന്ത് ചെയ്തു, മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ജോലി ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി, സിറ്റീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് സിറ്റീസിലുള്ള പോപ്പുലേഷൻ കൂട്ടാനും സ്ലംസ് ഒക്കെ എമേർജ് ചെയ്യാനും കാരണമായി. സോ ഇവിടെ പലതരത്തിലുള്ള സോഷ്യൽ ചേഞ്ചസ് നടക്കുകയാണ്. ഈ സോഷ്യൽ ചേഞ്ച് എന്തിലേക്ക് നയിക്കുകയാണ്, സിറ്റീസിലേക്കുള്ള ഡെവലപ്മെന്റ്സ്, അതായത് സിറ്റീസ് ഉണ്ടാവാനും അത് അർബൻ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസ്റ്റിങ് ബ്രാഞ്ച് ഓഫ് അർബൻ സോഷ്യോളജിയിലേക്കും നയിക്കുകയാണ്. ആൻഡ് ദിസ് ഈ ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് വിച്ച് ബിക്കം പോപ്പുലർ ഇൻ അമേരിക്കയിലെ പോപ്പുലർ ആവാണ്. ആൻഡ് സിറ്റീസ് സച്ച് ആസ് ചിക്കാഗോ ബിക്കം ദ ഹബ് ഓഫ് അർബൻ സോഷ്യോളജി. ചിക്കാഗോ പോലുള്ള സിറ്റികൾ എന്തായി മാറിയിട്ടുണ്ട്, അർബൻ സോഷ്യോളജിയുടെ ഒരു ഹബ്ബായിട്ട് മാറി. ആൻഡ് ജോർജ് സിമ്മൽ വാസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് അർബൻ സോഷ്യോളജി. അർബൻ സോഷ്യോളജിയുടെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നത് ജോർജ് സിമ്മലിനെയാണ്. അതുപോലെ തന്നെ മാക്സ് വെബർ ആൻഡ് ജോർജ് സിമ്മൽ ദേ വർ ഫോക്കസ്ഡ് ഓൺ ദ പ്രോസസ് ഓഫ് അർബനൈസേഷനിലും അതുപോലെ തന്നെ ഈ അർബനൈസേഷൻ എങ്ങനെയാണ് മനുഷ്യനെ അലീനേഷനിലേക്ക് നയിക്കുന്നത്. അലീനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഒറ്റപ്പെടുക, ഐസൊലേറ്റഡ് ആയി പോവുക എന്നതാണ് അലീനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അർബനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയാണ് മനുഷ്യരെ അലീനേഷനിലേക്ക് എത്തിക്കുന്നത് എന്നതിനെ കുറിച്ചും മാക്സ് വെബറും ജോർജ് സിമ്മൽ പോലുള്ള സോഷ്യോളജിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്യുകയും അതിനെക്കുറിച്ച് ആർട്ടിക്കിൾസും വളരെയധികം കോൺട്രിബ്യൂഷൻസും നൽകിയിട്ടുണ്ട്. ആൻഡ് ജോർജ് സിമ്മലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ദ മെട്രോപോളിസ് ആൻഡ് മെന്റൽ ലൈഫ് വിച്ച് ഇസ് പബ്ലിഷ്ഡ് ഇൻ 1903. അതുപോലുള്ള മറ്റൊരു സോഷ്യോളജിസ്റ്റ്, അതായത് അർബൻ സോഷ്യോളജിയിൽ ഏറ്റവും കൂടുതൽ അർബൻ സോഷ്യോളജിയിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് സോഷ്യോളജിയെ കുറിച്ച്, അതായത് സിറ്റി ലൈഫ്സിനെ കുറിച്ച് പഠിച്ച ഒരു സോഷ്യോളജിസ്റ്റ് ആണ് റോബർട്ട് ഇ പാർക്ക് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിൾ ആണ് ദി സിറ്റീസ് എന്ന് പറയുന്നത്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1915 ഈ ഒരു കാലഘട്ടത്തിൽ ഈ സിറ്റീസ് എന്ന് പറയുന്ന ആർട്ടിക്കിളിന് വളരെയധികം അറ്റൻഷൻ അല്ലെങ്കിൽ പ്രാധാന്യമൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം അദ്ദേഹത്തിന്റെ കോ വർക്കർ ആയിട്ടുള്ള ബർഗസ് എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റിനോട് കൂടി അതായത് ഒരു ആർട്ടിക്കിൾസിന്റെ ഒരു വോളിയം അദ്ദേഹം പബ്ലിഷ് ചെയ്യാണ്, വിച്ച് ഇസ് കോൾഡ് അർബൻ കമ്മ്യൂണിറ്റി. അത് 1929 ആ ഒരു 20s കാലഘട്ടത്തിലാണ് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അതിന് സമൂഹത്തിൽ നിന്നും വളരെയധികം അറ്റൻഷൻ കിട്ടി. ഈ ഒരു പീരീഡിൽ എന്ത് സംഭവിക്കുകയാണ്, നമ്മുടെ അർബൻ സോഷ്യോളജിയുടെ ഒരു ന്യൂ എറ അല്ലെങ്കിൽ അർബൻ സോഷ്യോളജി ഒരു കാലഘട്ടത്തിൽ ഫ്ലറിഷ് ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും തുടങ്ങി. അതിന്റെ തുടക്കം എന്ന് പറയുന്നത് റോബർട്ട് ഇ പാർക്കും അതുപോലെ തന്നെ ബർഗസും കൂടി എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് ആർട്ടിക്കിൾസ് കോൾഡ് അർബൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തതു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന അർബൻ സോഷ്യോളജി എന്ന് പറയുന്ന ഫീൽഡ് എക്സ്പാൻഡ് ആവാനും ആളുകൾ കൂടുതൽ അറ്റൻഷൻ ലഭിക്കാനും തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു. സിൻസ് ദർ വാസ് എ കോൺസെൻട്രേഷൻ ഓഫ് സ്കോളേഴ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് സോഷ്യോളജി ഇൻ ചിക്കാഗോ സിറ്റി. അതുപോലെ തന്നെ ലൂയിസ് വോർത്ത് ആയിക്കോട്ടെ, റോബർട്ട് ഇ പാർക്ക് ആയിക്കോട്ടെ എന്നിവരൊക്കെ കൂടുതലായിട്ടും അർബൻ സോഷ്യോളജിയെ കുറിച്ച് പഠിക്കാനും ആ ഒരു ഫീൽഡിൽ വളരെയധികം കോൺട്രിബ്യൂഷൻസും നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോ മീനിങ് ഓഫ് അർബൻ സോഷ്യോളജി പറഞ്ഞു. ആൻഡ്
ദ എമർജൻസ് ഓഫ് അർബൻ സോഷ്യോളജി പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അർബൻ സോഷ്യോളജി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അർബൻ സോഷ്യോളജിയുടെ എമർജൻസ് എങ്ങനെയായിരുന്നു? ഇന്ത്യയിൽ അർബൻ സോഷ്യോളജി എമർജ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എമർജ് ചെയ്തതിൽ ഒരു ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സോഷ്യൽ സയന്റിസ്റ്റ് ആണ് പാട്രിക് ഗെഡൻസ് എന്ന് പറയുന്നത്. അദ്ദേഹം 1915 മുംബൈ യൂണിവേഴ്സിറ്റിയിലാണ് അർബൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരുന്നത്. ലേറ്റർ ദ സ്റ്റഡി ഓഫ് അർബൻ പ്രോബ്ലം വാസ് ഓൾസോ ടേക്കൺ ബൈ geographers and sociologists in 1920s. 1915 കഴിഞ്ഞ് 1920s എത്തപ്പോൾ ജിയോഗ്രഫേഴ്സും സോഷ്യോളജിസ്റ്റുകളും എന്ത് ചെയ്യാൻ തുടങ്ങി? അർബൻ പ്രോബ്ലംസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. ആൻഡ് ദ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് സ്പോൺസേർഡ് റിസർച്ചസ് ഓൺ അർബൻ പ്രോബ്ലംസ് ഇൻ ദ ഏരിയ ഓഫ് ജിയോഗ്രഫി, സോഷ്യോളജി, എക്കണോമിക്സ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. സോ അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ ഒരു 90s കാലഘട്ടം എടുത്താൽ തന്നെ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഈ അർബൻ അല്ലെ സിറ്റി വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിങ്ഷൻ എന്തായിരുന്നില്ല, വളരെയധികം വിസിബിൾ ആയിരുന്നില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഈ അർബൻ അല്ലെങ്കിൽ സിറ്റീസിലും അതുപോലെ തന്നെ വില്ലേജസിലും ഇതിന് രണ്ടിനും കുറച്ച് സെയിം ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്. ദ എലമെന്റ്സ് സച്ച് ആസ് കാസ്റ്റ്, കിൻഷിപ്പ്, ഫാമിലി, ഇതൊക്കെ നമുക്ക് രണ്ട് സൈഡിലും, അതായത് സിറ്റീസിലായിക്കോട്ടെ അല്ലെങ്കിൽ വില്ലേജിലായിക്കോട്ടെ കാണാൻ പറ്റും. സോ നമുക്ക് ഈ അർബൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് രണ്ടൊരു ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവരാന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ 1951 സെൻസസിന് ശേഷം നമുക്ക് കാണാൻ പറ്റിയത് എന്താണ്? അർബൻ ഏരിയയിൽ വളരെയധികം പോപ്പുലേഷൻ കൂടുകയാണ് ചെയ്തിരുന്നത്. ഇത് എന്ത് ചെയ്തു? അല്ലെങ്കിൽ അർബനും വില്ലേജും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. സോ ഡ്യൂ ടു ദ വെരി ലോ ലെവൽ ഓഫ് അർബനൈസേഷൻ, നേരത്തെ പറഞ്ഞ പോലെ 1900 അതായത് 90s കാലഘട്ടത്തിൽ അർബനൈസേഷൻ വളരെയധികം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റൂറൽ ആൻഡ് അർബൻ സോഷ്യോളജി വാസ് നോട്ട് ദാറ്റ് മീനിങ്. അതായത് റൂറൽ സോഷ്യോളജി ആൻഡ് അർബൻ സോഷ്യോളജി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് രണ്ട് വ്യത്യാസപ്പെട്ടിട്ടുള്ള രണ്ടൊരു സബ്ജക്ട് കൊണ്ടുവരാൻ എന്ന് പറയുന്നത് അത്ര മീനിങ് ഫുൾ അല്ലായിരുന്നു. കാരണം എന്താണ്? ഈ രണ്ട് അർബനിലുള്ളത് അഥവാ സിറ്റിയിലുള്ളതും അതുപോലെ തന്നെ നമ്മുടെ വില്ലേജസിലും കുറെ അധികം സെയിം എലമെന്റ്സ് ഉണ്ട്. അതാണ് സച്ച് ആസ് കാസ്റ്റ്, കിൻഷിപ്പ് ആൻഡ് ഫാമിലി. ആൻഡ് ഇറ്റ് വാസ് ഓൺലി ആഫ്റ്റർ 1951 census which indicated a high rate of growth of urban population in India that social scientists began to take real interest in urban studies. 1951 ശേഷം അർബൻ ഏരിയസിൽ എന്ത് ചെയ്യാണ്? പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുകയാണ്. ഇതോടെയാണ് സോഷ്യോളജിസ്റ്റുകൾ അല്ലെങ്കിൽ സോഷ്യൽ സയന്റിസ്റ്റുകൾ അർബൻ ഏരിയയെ കുറിച്ച് കൂടുതലായി ഇൻട്രസ്റ്റഡ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത്. അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് റൂറൽ അർബൻ മൈഗ്രേഷനിലായിരുന്നു. റൂറൽ അർബൻ മൈഗ്രേഷൻ എന്ന് പറയുന്നത് അതായത് അർബൻ ടു റൂറൽ മൈഗ്രേഷൻ ഉണ്ട്, റൂറൽ ടു അർബൻ മൈഗ്രേഷൻ, അർബൻ ടു അർബൻ മൈഗ്രേഷൻ, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈഗ്രേഷനെ കുറിച്ചും അതുപോലെ തന്നെ അർബൻ ഡെവലപ്മെന്റ് ആൻഡ് അതർ റിലേറ്റഡ് ഇഷ്യൂസ് സച്ച് ആസ് ഡെമോഗ്രഫി, നെയ്ബർഹുഡ്, സ്ലംസ്, എങ്ങനെയാണ് സ്ലംസ് എമർജ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. നമ്മളിപ്പോ അർബൻ ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് റിലേറ്റഡ്, അതായത് അവരുടെ സാമ്പത്തികത്തെ അല്ലെങ്കിൽ എക്കണോമിക് പൊസിഷനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. സോ ഈ സിറ്റീസിൽ ഉണ്ടായിട്ടുള്ള ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ചും എത്തനിക് കോൺഫ്ലിക്ട്സ് ആൻഡ് മൂവ്മെന്റ്സ്, കിൻഷിപ്പ്, എങ്ങനെയാണ് സിറ്റീസിൽ കിൻഷിപ്പ് വർക്ക് ചെയ്യുന്നത്, അവിടെയുള്ള റിലീജിയൻ ആൻഡ് അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ, പൊളിറ്റിക്സ്, എക്കണോമി, സിറ്റീസിൽ ഉണ്ടായിട്ടുള്ള സോഷ്യൽ പ്രോബ്ലംസ്, എങ്ങനെയാണ് അർബനൈസേഷൻ റൂറൽ ഏരിയയെ ഇമ്പാക്ട് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ റൂറൽ ഏരിയയിൽ നിന്നുള്ള പീപ്പിളിനെ എങ്ങനെയാണ് അർബനൈസേഷൻ സിറ്റീസിലേക്ക് അട്രാക്ട് ചെയ്തിട്ടുള്ളത് എന്ന കാര്യങ്ങളിലാണ് സോഷ്യോളജിസ്റ്റുകളും സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റുകളും ഫോക്കസ് ചെയ്ത് അർബൻ സോഷ്യോളജിയിൽ സ്റ്റഡി ചെയ്തിരുന്നത്. ആൻഡ് ദ നാഷണൽ കമ്മീഷൻ ഓൺ urbanization report highlighted the problem of urbanization at the grassroots, sub-state and state level. NCU noted urbanization can change the nature of our life fundamentally. അതായത് അർബനൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മനുഷ്യന്റെ ജീവിതത്തിനെ തന്നെ
ജീവിതത്തെ തന്നെ ഫുള്ളായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് A to Z മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ഒരു റൂറൽ ഏരിയയിൽ അർബനൈസേഷൻ വന്നതോടുകൂടി വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ആളുകൾ കൂടുതലായിട്ടും അർബൻ ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി അവർ കൂടുതലായിട്ടും എവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി? അർബൻ ഏരിയാസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ അർബൻ ഏരിയാസിൽ ഉണ്ടായിട്ടുള്ള ഈ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട്. പലതരത്തിലുള്ള നമ്മുടെ ജാതിപരമായിട്ടുള്ള സ്ട്രാറ്റിഫിക്കേഷൻസ് ഒന്നും കൂടുതലായും നമുക്ക് റൂറൽ ഏരിയയിൽ ഉണ്ടായിരുന്ന ഈ സ്ട്രാറ്റിഫിക്കേഷൻസ് നമുക്ക് എവിടെ കാണാൻ പറ്റില്ല? അർബൻ ഏരിയാസിൽ കാണാൻ പറ്റില്ലായിരുന്നു. സോ അതിൽ നിന്നുമുള്ള ഒരു ഒളിച്ചോട്ടം എന്നതുപോലെയും ആളുകൾ എങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്? അർബൻ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. അവർക്ക് അവരുടെ അസൈൻഡ് ആയിട്ടുള്ള, അതായത് ജാതിയിൽ അസൈൻഡ് ആയിട്ടുള്ള തൊഴിലുകളല്ലാതെ അവർക്ക് ഇഷ്ടപ്പെട്ട തൊഴിലുകൾ നേടിയെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ആര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? സിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ തന്നെ അവരെ എന്ത് ചെയ്തിട്ടുണ്ട്? സിറ്റീസിലേക്ക് പോവാനുള്ള വലിയൊരു മോട്ടിവേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് അർബനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് ആണ്. ഈ അർബനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സ്ലംസ് ഉണ്ടാവാനും കാരണമായിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് മനുഷ്യരുടെ ജീവിതത്തിൽ തന്നെ വളരെയധികം ചേഞ്ചസ് ഉണ്ടാക്കാൻ ഈ അർബനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. ദെൻ ദിസ് ഡിക്കേഡ് ഓൾസോ സം വാല്യുബിൾ സ്റ്റഡീസ് ഓൺ സ്ലംസ്. അതായത് MS റാവുവിനെ പോലെ AR ദേശായി, ദാസ് എന്നിവരെ പോലുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ലംസിനെ കുറിച്ചും മറ്റുമായിട്ട് വളരെയധികം സ്റ്റഡീസ് ഈ ഒരു പീരീഡിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 21 സെഞ്ചുറി എന്നറിയപ്പെടുന്നത് സെഞ്ചുറി ഓഫ് അർബനൈസേഷൻ ആണ്. വിത്തിൻ 20 ഇയേഴ്സ്, അതായത് വിത്തിൻ നെക്സ്റ്റ് 20 ഇയേഴ്സ്, വരുന്ന 20 വർഷങ്ങൾ കൊണ്ട് ഇന്നുള്ള ഇന്ത്യൻ അർബൻ പോപ്പുലേഷനിൽ നിന്നും ഡബിൾ ആയിട്ടുള്ള ഒരു പോപ്പുലേഷനിലേക്ക് എത്തും എന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ചിക്കാഗോ സ്കൂൾ. അതായത് അർബൻ സോഷ്യോളജിയുടെ ഡെവലപ്മെന്റിന് വളരെയധികം സഹായിച്ചിട്ടുള്ള മറ്റൊരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒന്നാണ് ചിക്കാഗോ സ്കൂൾ എന്ന് പറയുന്നത്. ചിക്കാഗോ സ്കൂൾ അർബൻ സോഷ്യോളജിയെ ഒരു ഡിഫറെന്റ് സബ് ഫീൽഡ് ആയിട്ട് മാറ്റിയെടുക്കുന്നതിൽ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദിസ് ഗ്രൂപ്പ് ഓഫ് സോഷ്യോളജിസ്റ്റ്, അതായത് ചിക്കാഗോ സ്കൂൾ ഓഫ് സോഷ്യോളജിസ്റ്റ് കൂടുതലായും ഫോക്കസ് ചെയ്തിരുന്നത് അർബൻ എൻവയോൺമെന്റിനെയാണ്. അതായത് ചിക്കാഗോ എന്ന് പറയുന്ന സിറ്റീസിൽ 20th സെഞ്ചുറിയിലുള്ള അർബൻ എൻവയോൺമെന്റിനെയാണ് ഈ ഗ്രൂപ്പ് ഓഫ് സോഷ്യോളജിസ്റ്റ് കൂടുതലായും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി തന്നെ റിസർച്ചേഴ്സ് കൂടുതലായും അഡോപ്റ്റ് ചെയ്തിരുന്നത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ്. എത്തനോഗ്രഫി, ലാൻഡ് യൂസ് മാപ്പിംഗ് പോലുള്ള ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആയിരുന്നു ഈ ഒരു അർബൻ എൻവയോൺമെന്റിനെ കുറിച്ച്, ചിക്കാഗോയിലെ അർബൻ എൻവയോൺമെന്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സോഷ്യോളജിസ്റ്റുകൾ യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ചിക്കാഗോ സ്കൂൾ എന്ന് പറയുന്നത് സോഷ്യോളജിയെയും സോഷ്യൽ ആന്ത്രോപോളജിയിലെയും തിയറീസ് കമ്പൈൻ ചെയ്തിട്ടാണ് അർബൻ സ്ട്രക്ചറെ കുറിച്ചും അതുപോലെ തന്നെ അർബനിൽ നടക്കുന്ന അല്ലെങ്കിൽ സിറ്റീസിൽ നടക്കുന്ന മൈക്രോ ഇന്ററാക്ഷനെ കുറിച്ചും ഒക്കെ പഠിച്ചിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഓൾസോ പ്രൊവൈഡ് സബ്ജക്റ്റീവ് മീനിങ് ടു ഹൗ ഹ്യൂമൻ ഇന്ററാക്ട് അണ്ടർ സ്ട്രക്ചറൽ, കൾച്ചറൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻ. അതായത് ഒരു ഘടനാപരവും സാമൂഹികപരവും അതുപോലെ തന്നെ സാംസ്കാരികപരവുമായിട്ടുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് മനുഷ്യർ തമ്മിൽ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നത് എന്നതിനുള്ള ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള മീനിങ്ങും ആര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? ചിക്കാഗോ സ്കൂള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആസ് ഐ സെഡ്, ചിക്കാഗോ സ്കൂളാണ് അർബൻ സോഷ്യോളജിയെ ഒരു വ്യത്യസ്ത അല്ലെങ്കിൽ ഒരു സബ് ഡിസിപ്ലിൻ ആയിട്ട് കൊണ്ടുവരാൻ വളരെയധികം ഹെൽപ്പ് ചെയ്തത്. ഈ ഗ്രൂപ്പ് ഓഫ് സോഷ്യോളജിസ്റ്റ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്താണ്? 20ാം നൂറ്റാണ്ടിലെ 20th സെഞ്ചുറിയിലെ അർബൻ എൻവയോൺമെന്റിനാണ്, ചിക്കാഗോയിലെ അർബൻ എൻവയോൺമെന്റിനെയാണ്. ആൻഡ് they adopted some qualitative method, എത്തനോഗ്രഫി പോലുള്ള ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ് റിസർച്ച് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്തിരുന്നത്. ആൻഡ് ചിക്കാഗോ സ്കൂൾ എന്ത് ചെയ്തിട്ടുണ്ട്? സോഷ്യോളജിയെയും അതുപോലെ ആന്ത്രോപോളജിക്കൽ തിയറീസും കമ്പൈൻ ചെയ്തിട്ടാണ് സിറ്റീസിലെ അല്ലെങ്കിൽ അർബൻ സ്ട്രക്ചേഴ്സിനെ കുറിച്ചും അതുപോലെ മൈക്രോ ഇന്ററാക്ഷൻ ഇൻ അർബൻ സ്ട്രക്ചേഴ്സും എന്ത് ചെയ്തത്? പഠിച്ചിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ പ്രൊവൈഡ് സബ്ജക്റ്റീവ് മീനിങ്, ആത്മനിഷ്ഠമായിട്ടുള്ള ഒരു മീനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിന്? എങ്ങനെയാണ് ഹ്യൂമൻസ് തമ്മിൽ ഒരു സാമൂഹികവും സാംസ്കാരികവും
അതുപോലെ ഘടനാപരവുമായിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് മനുഷ്യർ തമ്മിൽ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നത് എന്നതിനൊരു സബ്ജക്റ്റീവ് മീനിങ് കൂടി ഈ സ്കൂള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ബേസിക്കലി ഈ ഒരു ചിക്കാഗോ സ്കൂൾ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ആ കാലത്തെ അമേരിക്കൻ സൊസൈറ്റിയിലുള്ള ഒരു റീകൺസ്ട്രക്ഷനെ ആയിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാൻ പറ്റും. ആൻഡ് ദ ചിക്കാഗോ സ്കൂൾ വാസ് ഐഡിയോളജിക്കലി ബയാസ്ഡ്, അതായത് അറൌണ്ട് ദ നോഷൻ ഓഫ് അർബൻ കൾച്ചർ. അർബൻ കൾച്ചറിനെ ബന്ധപ്പെട്ട് ഈ ഒരു ചിക്കാഗോ സ്കൂൾ എന്ന് പറയുന്നത് ഒരു ഐഡിയോളജിക്കലി ബയാസ്ഡ് ആണ്. ഈ ചിക്കാഗോ സ്കൂള് അർബൻ കൾച്ചറിനെ കണ്ടത് ഈ യൂണിഫൈഡ് കൾച്ചർ, അതായത് ഏകീകൃതമായിട്ടുള്ള ഒരു കൾച്ചറാണ്. അവിടെ താമസിക്കുന്ന ആളുകളുടെ ക്ലാസോ ജെൻഡറോ എത്നിസിറ്റിയോ ഒന്നിനെയും റിഗാർഡ്ലെസ് ഓഫ് ദർ ക്ലാസ് ജെൻഡർ ആൻഡ് എത്നിസിറ്റി എന്തായിട്ടാണ് കണ്ടത്? ഒരു യൂണിഫൈഡ് ഏകീകൃതമായിട്ടുള്ള ഒരു കൾച്ചർ ആയിട്ടാണ് അർബൻ കൾച്ചറിനെ ചിക്കാഗോ സ്കൂള് കണ്ടിരുന്നത്. ആൻഡ് ദ ചിക്കാഗോ സോഷ്യോളജിസ്റ്റ് വർ ഡീലിംഗ് വിത്ത് ദ സെൻട്രൽ പ്രോബ്ലം ഓഫ് അമേരിക്കൻ സൊസൈറ്റി അറ്റ് ദാറ്റ് ടൈം. ആ 20ാം നൂറ്റാണ്ടിലെ അമേരിക്കയിലെ സെൻട്രൽ അതായത് മെയിൻ പ്രോബ്ലത്തെ ആയിരുന്നു അന്നത്തെ കാലത്ത് ചിക്കാഗോ സ്കൂള് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഹൗ ടു മേക്ക് എ സൊസൈറ്റി ഔട്ട് ഓഫ് കളക്റ്റീവ് കമ്മ്യൂണിറ്റീസ് ആൻഡ് കോമ്പറ്റേറ്റീവ് ഇൻഡിവിജ്വൽസ് ഫൈറ്റിംഗ് ഫോർ സർവൈവൽ. പരസ്പരം സർവൈവലിന് വേണ്ടി മത്സരിക്കുന്ന ഇൻഡിവിജ്വൽസിന്റെയും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയുടെയും ഇടയിൽ നിന്നും എങ്ങനെ ഒരു സൊസൈറ്റിയെ മേക്ക് ചെയ്തെടുക്കാം, അല്ലെ എങ്ങനെ ഒരു സൊസൈറ്റിയെ ഉണ്ടാക്കിയെടുക്കാം എന്നതായിരുന്നു അവര് ഫോക്കസ് ചെയ്തിരുന്ന കാര്യം. അലോങ് വിത്ത് ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ഇന്റഗ്രേഷൻ, അർബൻ സോഷ്യോളജി ഫോക്കസ്ഡ് ഓൺ ദ സ്റ്റഡി ഓഫ് സ്പേഷ്യൽ പാറ്റേണിംഗ് ആൻഡ് ലിങ്ക്ഡ് ടു social Darwinism in the development what came to known as human ecology. സോഷ്യൽ ഇന്റഗ്രേഷൻ കൂടാതെ അത് ഫോക്കസ് ചെയ്തിരുന്നത് ഈ ചിക്കാഗോ സ്കൂൾ ഫോക്കസ് ചെയ്തിരുന്നത് സ്പേഷ്യൽ പാറ്റേണിങ്ങും അതുപോലെ തന്നെ എന്താണ് എങ്ങനെയാണ് ഡാർവിനിസം ഹ്യൂമൻ എക്കോളജിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതും ഈ സ്കൂള് എന്ത് ചെയ്തിട്ടുണ്ട്, അനലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഐഡിയോളജിക്കലി ബയാസ്ഡ് ചിക്കാഗോ സ്കൂള് അതായത് അർബൻ കൾച്ചറിന് ഐഡിയോളജിക്കലി ബയാസ്ഡ് ആയിട്ടാണ് കണ്ടതെങ്കിൽ കൂടിയും ഈ ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനും എങ്ങനെയാണ് 21st സെഞ്ചുറിയിൽ ഉണ്ടായിട്ടുള്ള പ്രോബ്ലംസ്, അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനും അർബനൈസേഷനും കാരണം 20th സെഞ്ചുറിയിൽ ഉണ്ടായിട്ടുള്ള പ്രോബ്ലംസിനെ കുറിച്ചും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ പറഞ്ഞത് ചിക്കാഗോ സ്കൂൾ എന്ന് പറയുന്ന ചിക്കാഗോ സ്കൂള് വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്, അർബൻ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഡിസിപ്ലിൻ എമേർജ് ചെയ്യാൻ വേണ്ടി ചിക്കാഗോ സ്കൂള് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സ്കൂളില് സോഷ്യോളജിസ്റ്റുകൾ കൂടുതലായും ഫോക്കസ് ചെയ്തിരുന്നത് എന്താണ്, ചിക്കാഗോ എന്ന സിറ്റിയിലെ 20ാം നൂറ്റാണ്ടിലെ ചിക്കാഗോ എന്ന സിറ്റിയിലെ അർബൻ എൻവിയോൺമെന്റിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി റിസർച്ചേഴ്സ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആയിരുന്നു യൂസ് ചെയ്തത്. എത്തനോഗ്രഫി ആൻഡ് ലാൻഡ് യൂസിംഗ് മാപ്പിംഗ് പോലുള്ള ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ റിസർച്ചേഴ്സ് അഡോപ്റ്റ് ചെയ്തിരുന്നത്. ആൻഡ് ഈ ചിക്കാഗോ സ്കൂൾ എന്ത് ചെയ്തിട്ടുണ്ട്, സോഷ്യോളജിക്കൽ ആസ് വെൽ ആസ് ആന്ത്രപ്പോളജിക്കൽ തിയറീസ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് സിറ്റീസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത്. സോഷ്യോളജിക്കലും ആന്ത്രപ്പോളജിക്കൽ തിയറീസും കമ്പൈൻ ചെയ്തുകൊണ്ട് അവരെ ടു അണ്ടർസ്റ്റാൻഡ് ദ ഇന്റർറിലേഷൻ ഓഫ് അർബൻ സ്ട്രക്ചർ ആൻഡ് മൈക്രോ ഇന്ററാക്ഷൻ ഇൻ സിറ്റീസിൽ നടക്കുന്ന മൈക്രോ ഇന്ററാക്ഷനെയും അതുപോലെ തന്നെ അർബൻ സ്ട്രക്ചറെയും പഠിച്ചിട്ടുള്ളത്. ആൻഡ് ദേ ഓൾസോ പ്രൊവൈഡഡ് സബ്ജക്റ്റീവ് മീനിങ് ഹൗ ഹ്യൂമൻ ഇന്ററാക്ട് അണ്ടർ എ സ്ട്രക്ചറൽ, കൾച്ചറൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻ. അതുപോലെ തന്നെ ഈ ചിക്കാഗോ സ്കൂൾ എന്ന് പറയുന്നത് ഐഡിയോളജിക്കലി ബയാസ്ഡ് അറൌണ്ട് ദ നോഷൻ ഓഫ് കൾച്ചർ. എങ്ങനെയായിരുന്നു കൾച്ചറിനെ കണ്ടത്, ഒരു ഏകീകൃതമായിട്ടുള്ള കൾച്ചർ, അതായത് ഈ യൂണിഫൈഡ് കൾച്ചർ റിഗാർഡ്ലെസ് ഓഫ് സിറ്റി ഡ്വല്ലേഴ്സിന്റെ ക്ലാസ്, കാസ്റ്റ്, ജെൻഡർ ആൻഡ് എത്തനിസിറ്റി. ദെൻ ഈ 20th സെഞ്ചുറി ആ കാലഘട്ടത്തിൽ ചിക്കാഗോ സ്കൂൾ സോഷ്യോളജിസ്റ്റുകൾ ഡീൽ ചെയ്തിരുന്ന മെയിൻ പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള, അതായത് സർവൈവലിന് വേണ്ടിയിട്ട് പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിൽ നിന്നും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിൽ നിന്നും എങ്ങനെ ഒരു
സൊസൈറ്റി രൂപപ്പെടുത്തി എടുക്കാം എന്ന കാര്യത്തിലായിരുന്നു എന്ത് ചെയ്തിരുന്നത്, അവർ ഫോക്കസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അർബൻ സോഷ്യോളജി ഫോക്കസ് ചെയ്ത് പഠിച്ചിരുന്ന മറ്റൊന്നാണ് ദ സ്റ്റഡി ഓഫ് സ്പീഷ്യൽ പാറ്റേണിങ്ങും, എങ്ങനെയാണ് സോഷ്യൽ ഡാർവിനിസം ഹ്യൂമൻ ഇക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലിങ്ക് ചെയ്ത് കിടക്കുന്നത് എന്നതും. സോ ഇത്രയും കാര്യങ്ങളാണ് ചിക്കാഗോ സ്കൂളിന്റെ കോൺട്രിബ്യൂഷൻസ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ചിക്കാഗോ സ്കൂൾ ഒരു അർബൻ സോഷ്യോളജി എന്ന് പറയുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഡിസിപ്ലിൻ എമേർജ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് കമ്മ്യൂണിറ്റി സ്റ്റഡീസ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചിക്കാഗോ സ്കൂൾ പറഞ്ഞു, അതുപോലെ അർബൻ സോഷ്യോളജിയുടെ ഡെവലപ്മെന്റിന് സഹായിച്ചിട്ടുള്ള മറ്റൊന്നാണ് കമ്മ്യൂണിറ്റി സ്റ്റഡീസ് എന്ന് പറയുന്നത്. ദിസ് കമ്മ്യൂണിറ്റി സ്റ്റഡീസ് കൺസിസ്റ്റ് ഓഫ് എത്തനോഗ്രാഫിക് സ്റ്റഡീസ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ഇൻഡിവിജ്വൽ കമ്മ്യൂണിറ്റീസ് ആൻഡ് വേസ് ഓഫ് ലൈഫ് ഓഫ് ഇൻഹാബിറ്റൻസ്. അതായത് ഇൻഡിവിജ്വൽ കമ്മ്യൂണിറ്റീസിന്റെ സോഷ്യൽ സ്ട്രക്ചറും അവരുടെ ജീവിത രീതിയും ഉൾക്കൊള്ളുന്ന എത്തനോഗ്രാഫിക് സ്റ്റഡീസ് ആണ് എന്തെന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റി സ്റ്റഡീസ് എന്ന് പറയുന്നത്. 1960 കാലഘട്ടങ്ങളില് നമ്മുടെ സോഷ്യൽ പ്രോബ്ലംസും അതുപോലെ അർബൻ ഇഷ്യൂസും ആണ് എന്തിലേക്ക് നയിച്ചതെന്ന് നമ്മൾ പറഞ്ഞു, ചിക്കാഗോ സ്കൂളിന്റെ എമർജൻസിലേക്ക് നയിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ കാരണങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചിക്കാഗോ സ്കൂൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ചിക്കാഗോ സ്കൂളിന് ബർത്ത് നൽകിയിട്ടുള്ളത്. സോ അതിനുശേഷം ആ ഒരു കാലഘട്ടത്തിൽ, ആ 20s കാലഘട്ടത്തില് നമുക്ക് കാണാൻ പറ്റുന്ന മറ്റു കാര്യങ്ങളാണ് എന്ത്, ദ സ്ട്രഗിൾ ഓവർ ദ കൺട്രോൾ ആൻഡ് ഓറിയന്റേഷൻ ഓഫ് എൻ അർബൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. സോ അതായത് ഒരു അർബൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിൾ ആ ഒരു കാലഘട്ടത്തില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതുപോലെ തന്നെ ന്യൂ മൂവ്മെന്റ്സ്, അതായത് പുതിയ സാമൂഹിക മുന്നേറ്റങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അവരെന്ത് ചെയ്തു, ആ ഒരു മുന്നേറ്റങ്ങൾ നമ്മുടെ വികസനത്തിനെയും വ്യാവസായികവൽക്കരണത്തെയും തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. വ്യാവസായികവൽക്കരണത്തെയും വികസനത്തെയും തടസ്സപ്പെടുത്തുക മാത്രമല്ല, അതെന്ത് ചെയ്തിട്ടുണ്ട്, അതൊരു വെല്ലുവിളിയായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അവരെന്താണ് മുന്നോട്ട് വെച്ചത് എന്ന് പറഞ്ഞാല്, നമ്മൾ മനുഷ്യർക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക, എക്കണോമിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ മനുഷ്യർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളൊരു നോഷനാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ജെൻഡർ ഇഷ്യൂസ് ഒക്കെ കൂടുതലായിട്ട് വരാൻ തുടങ്ങിയ, അല്ലെ റേസ് ചെയ്യാൻ തുടങ്ങിയ ഒരു കാലഘട്ടവും ഇത് തന്നെയായിരുന്നു. ആൻഡ് കൂടാതെ നമുക്ക് സ്റ്റേറ്റിന്റെ, അതായത് നമ്മുടെ ഒരു സാമൂഹിക ജീവിതത്തില് അല്ലെങ്കിൽ മനുഷ്യരുടെ ഇൻഡിവിജ്വൽസിന്റെ ഒരു പ്രൈവറ്റ് ലൈഫില് സ്റ്റേറ്റിന്റെ കൂടുതലായിട്ടുള്ള ഇടപെടലുകൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തില് കാണാൻ സാധിക്കും. സോ ഇതൊക്കെയാണ് ഒരു അർബൻ സോഷ്യോളജി എന്ന് പറയുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ഉണ്ടാവാൻ കാരണമായിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ദിസ് ന്യൂ അർബൻ സോഷ്യോളജി എമേർജഡ് ഫ്രം എ ന്യൂ അർബൻ റിയാലിറ്റി. ഈ ന്യൂ അർബൻ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പുതിയ സാമൂഹിക മുന്നേറ്റങ്ങൾ, ആ സാമൂഹിക മുന്നേറ്റങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വികസനത്തിനും വ്യാവസായികവൽക്കരണത്തിനും വെല്ലുവിളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് സ്റ്റേറ്റ് കടന്നു വരുന്നത്, പിന്നെ ജെൻഡർ ഇഷ്യൂസ് മുന്നോട്ട് കൊണ്ടുവരുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഇത്രയും കാര്യങ്ങളെയാണ് അർബൻ റിയാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അർബൻ റിയാലിറ്റികളാണ് അർബൻ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ഡിഫറെന്റ് ഡിസിപ്ലിൻ എമേർജ് ചെയ്യാൻ കാരണമായിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ടുക്ക് ഡിഫറെന്റ് ഓറിയന്റേഷൻസ് ഇൻ അമേരിക്ക ആൻഡ് ഇൻ Europe, and these two orientations are divided into culturalist approach and structuralist approach in urban sociology. So ഈ culturalist approach എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് emphasize on ഹൗ അർബൻ ലൈഫ് ഫീൽസ്, എങ്ങനെയാണ് അർബൻ ലൈഫ് ഫീൽ ചെയ്യുന്നത്, ആൻഡ് അർബൻ ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാർ പരസ്പരം എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, ആൻഡ് ഹൗ ദ സിറ്റി ലൈഫ് ഇസ് ഓർഗനൈസ്ഡ്. ഈ കാര്യങ്ങളെയാണ് കൾച്ചറലിസ്റ്റ് അപ്രോച്ച് കൂടുതലായും എംഫസൈസ് ചെയ്തിരുന്നത്. ലൂയിസ് വർത്ത് പോലുള്ള ആളുകൾ ഈ ഒരു അപ്രോച്ചില് ബിലോങ്ങിങ് ചെയ്തിട്ടുള്ള ആളുകളാണ്. ആൻഡ് ദിസ് അപ്രോച്ച് ട്രൈ ടു സ്റ്റഡി ആൻഡ് എക്സ്പ്ലോർ ദ കൾച്ചർ, ഓർഗനൈസേഷണൽ ആൻഡ് സോഷ്യൽ psychological consequences of urban social life. And the structuralist approach, നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് അപ്രോച്ച് ആണുള്ളത്. The first one is culturalist approach and the second one is structuralist approach. Culturalist approach എന്തിനൊക്കെയാണ് കൂടുതൽ emphasize ചെയ്യുന്നത്, how urban life feels and how people interact
each other in an urban area and how the city life is organized. And the next one is structuralist approach. It investigate the interplay between political and economic forces. അതായത് രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള ശക്തികൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് അത് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിറ്റീസിന്റെ ഗ്രോത്ത് എങ്ങനെയാണ് അത് ഡിക്ലൈൻ ചെയ്തിരിക്കുന്നത്, ആൻഡ് ചേഞ്ചിങ് സ്പേഷ്യൽ ഓർഗനൈസേഷൻസ് ഓഫ് അർബൻ സ്പേസ് എന്നിവയെ കുറിച്ചാണ് സ്ട്രക്ചറലിസ്റ്റ് അപ്രോച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദേ കൺസിഡർ സിറ്റി ആസ് ദ ഫിസിക്കൽ എംബോഡിമെന്റ് ഓഫ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റിലേഷൻഷിപ്പ്. സോ നമ്മൾ എന്താണ് കൾച്ചറലിസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രക്ചറലിസ്റ്റ് അപ്രോച്ച് ആണ്. സ്ട്രക്ചറലിസ്റ്റ് അപ്രോച്ച് ഇൻവെസ്റ്റിഗേറ്റ് ദ ഇന്റർപ്ലേ ബിറ്റ്വീൻ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഫോഴ്സസ്. അതായത് രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള ശക്തികൾ തമ്മിൽ പരസ്പരമുള്ള ബന്ധത്തെ അല്ലെ ഇന്റർപ്ലേ ആണ് സ്ട്രക്ചറലിസ്റ്റ് അപ്രോച്ച് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു സിറ്റിയുടെ ഗ്രോത്ത്, അതിലുണ്ടാവുന്ന സിറ്റീസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, ആൻഡ് എങ്ങനെയാണ് സിറ്റീസ് ഡിക്ലൈൻ ചെയ്യുന്നത് എന്നിവയെ കുറിച്ചും സ്ട്രക്ചറലിസ്റ്റ് അപ്രോച്ച് പഠിക്കുന്നുണ്ട്. ഈ പാർക്ക് ബർജസ് എന്നിവരെ പോലെയുള്ള ആളുകൾ ഈ ഒരു അപ്രോച്ചിൽ പെടുന്ന ആളുകളാണ്. ആൻഡ് എനി സ്റ്റഡി ഓഫ് അർബൻ സോഷ്യോളജി, ഏതൊരു സ്റ്റഡി ആയിക്കോട്ടെ, ഈ രണ്ട് അപ്രോച്ചസും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. സോ സോഷ്യോളജി ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ബോത്ത് അപ്രോച്ചസ്. സ്ട്രക്ചറലിസ്റ്റും അതുപോലെ തന്നെ കൾച്ചറലിസ്റ്റ് അപ്രോച്ചിന്റെ കോമ്പിനേഷൻ ആണ് എന്ത്, അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത്.